വായന മരിക്കുന്നുവെന്ന പതിവ് പല്ലവി സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് ആവർത്തിക്കപ്പെടുമ്പോഴും ഇല്ല, വായന മരിക്കുന്നില്ല, ജീവിക്കുകയാണ് എന്ന് തെളിയിക്കുകയാണ് ഈസ്റ്റ് എളേരിയിലെ ഗ്രന്ഥശാലകളിലൂടെ. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ നേതൃസമിതി പഞ്ചായത്തിലെ 13 വായനശാലകളിലൂടെ നടപ്പിലാക്കുന്ന അവധിക്കാല വായനാ ചാലഞ്ചിലൂടെയാണ് ഈ വേറിട്ട വായനാ മാതൃക തീർക്കുന്നത്. മാർച്ച് 30 ആരംഭിച്ച ചാലഞ്ചിൽ പഞ്ചായത്തിലെ 400ഓളം വിദ്യാർത്ഥികളാണ് പേര് രജിസ്റ്റർ ചെയ്തത്. 20, 30, 50 എന്നിങ്ങനെ ഗോൾഡൻ, പ്ലാറ്റിനം, ഡയമണ്ട് എന്നീ ചാലഞ്ചിലൂടെയാണ് വിദ്യാർത്ഥികൾ വായനാ മധുരം നുണയാനെത്തുന്നത്. വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കി അവർ അതാത് ലൈബ്രറികളിലെ ലൈബ്രറിയന്മാരെ ഏൽപ്പിക്കുന്നു. കുറിപ്പുകൾ പരിശോധിക്കാൻ ലൈബ്രറിയന് പുറമെ ഓരോ വായനശാലയിലും മെന്റർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ചലഞ്ച് 3 ആഴ്ചയാകുമ്പോൾ തന്നെ 2 പേർ ചലഞ്ച് പൂർത്തിയാക്കുകയും ചെയ്തു. മെയ് 31 ചലഞ്ച് അവസാനിക്കുക. എല്ലാ വിജയികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകും. ഒരു കാട്ടില് വേനൽക്കാലമായോണ്ട് എല്ലാ കുഞ്ഞുമൃഗങ്ങളും ആ കാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അപ്പോ മൃഗരാജന് ആ മൃഗങ്ങളെല്ലാം പോയ മൃഗരാജന് ഭക്ഷണത്തിന് മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ മൃഗരാജൻ ഒരു ബുദ്ധി ആലോചിച്ച് അവരെ എല്ലാവരെയും കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ മൃഗരാജൻ എല്ലാവരോടും പറയുകയാണ്, എൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഒരു സൗന്ദര്യ മത്സരം നടത്തുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യ അത് കേട്ടതോടെ എല്ലാവരും സൗന്ദര്യ മത്സരത്തിന് ഇറങ്ങി. അപ്പോൾ ചിന്നും മുയലും മിന്നു മുയലും എനിക്കാണ് ഏറ്റവും സൗന്ദര്യം കൂടുതലെന്ന് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങി. അപ്പോൾ അവരുടെ അമ്മ വന്നിട്ട് അവരോട് ചോദിച്ചു. അപ്പോൾ ചിന്നു മുയലും മിന്നു മുയലും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അമ്മ മുയലിന് അറിയാം ഇവരെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് സിംഹരാജൻ ഇങ്ങനെ ഒരു പദ്ധതി ഉപയോഗിച്ചത്. അപ്പോൾ ഒരു സമഗ്ര ന്യൂസ് കണ്ണൂർ.